ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഇനി തൊട്ട് മുൻപിലുള്ള എക്സാം എന്ന് പറഞ്ഞാൽ മാത്സിന്റെ എക്സാം ആണ് അല്ലേ. സോ മാത്സ് എക്സാമിന് വേണ്ടി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സോ എന്റെ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. സോ പിക്ചേഴ്സുകളെ യൂസ് ചെയ്തുകൊണ്ട്, ഷേപ്സുകളെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും പാറ്റേൺ വൈസ് ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ അടുത്തൊരു പിക്ചർ വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാലോ. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, തുടർന്ന് വരുന്നത് വരച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. സോ ആദ്യത്തെ ഫിഗർ നോക്കിക്കേ. ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് ഒരു റെക്ടാങ്കിളും ട്രയാങ്കിളും സർക്കിളും കാണാം. അതിനകത്ത് സർക്കിൾ കിടക്കുന്നത് എവിടെയാണ്? ദേ താഴെയാണ്. എന്നിട്ട് നേരെ എന്ത് ചെയ്തു? കുത്തനെ താഴോട്ട് തിരിഞ്ഞു അല്ലെ. അപ്പൊ നേരെ നോക്കിക്കേ, സർക്കിള് മാത്രമേ ഞാൻ ഡോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് നേരെ കുത്തനെ താഴോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഫിഗർ വന്നപ്പോഴോ, അടുത്ത ഫിഗറിൽ നേരെ അത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരെന്ന് നമ്മൾ വരയ്ക്കണം. സോ നമുക്കറിയാം ഇങ്ങനെ നിൽക്കുന്ന ആളെ എങ്ങനെ ആവണം? നേരെ കുത്തനതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. സോ നമുക്ക് ആരുണ്ടായിരിക്കും ഇവിടെ? ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരിക്കും. റെക്ടാങ്കിൾ നേരെ മുകളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ദെൻ നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് വരും? ദേ ഈ റൈറ്റ് സൈഡിലും വന്നിട്ടുണ്ടായിരിക്കും. സോ ഈ രീതിയിലായിരിക്കും അടുത്ത ഫിഗർ ഉണ്ടായിരിക്കുക. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഇതാണ് ഉത്തരവെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഇതിനെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത് അടുത്തത് ആര് എന്നാണ് ചോദിച്ചത്. അപ്പൊ അടുത്തത് ആര് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ തരാം കേട്ടോ. നോക്കടാ, ഇവിടെ ഒരു ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഇതിനുള്ളിൽ ഒത്തിരി ട്രയാങ്കിൾസ് ഉണ്ട്. പക്ഷെ ഷെയ്ഡ് ചെയ്ത പോർഷൻസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഷെയ്ഡ് ചെയ്തത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, പിന്നെ ഷെയ്ഡ് ചെയ്തത് മുകളിലാണ്, പിന്നെ ഷെയ്ഡ് ചെയ്തത് എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഷെയ്ഡ് എവിടെ വരും എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ ഓപ്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് അടുത്ത ഷെയ്ഡ് എവിടെ വരും എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പൊ എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കൃത്യമായ ആൻസർ എന്നുള്ളത് നോക്കി വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്തായാലും. സോ ഇന്ന് രാത്രി കൃത്യം 7:30 നമുക്കൊരു മെഗാ മാരത്തോൺ ഉണ്ട്. നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കില്ല. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് മാരത്തോണിൽ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്ത് നോക്കാം.